നമുക്കൊരു ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇഞ്ചി നീളത്തിലരിഞ്ഞതും വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൊരിയണ്ട, ഒരു ഹാഫ് കുക്കിൽ നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്തതിന് ശേഷം അതേ എണ്ണയിലോട്ട് നമുക്ക് ഉലുവായും കടുകും ഇട്ട് പൊട്ടിയതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്തതും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വാട്ടി കൊടുക്കാം. വാടിയതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾ പൊടി ഇത് ഇട്ട് നന്നായിട്ട് ആ പച്ചക്കുത്ത് മാറും വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ അതിനകത്തോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ഉലുവായും വേപ്പിലയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉലുവായും വേപ്പിലയും പൊടിച്ച് വെച്ചതും ഉപ്പും കായവും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതുകൂടാതെ ഞാൻ 1 ഗ്ലാസ് വിനാഗിരിക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ വിനാഗിരിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരുപാട് പുളിയായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ പുളിയും കാണത്തില്ല, അച്ചാറിന് നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്ന രീതിയിലുള്ള ചെമ്മീൻ. മറന്നുപോയി. നമ്മൾ ആ പൊരിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ഇടാൻ മറന്നുപോയാൽ ലാസ്റ്റ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ചെമ്മീൻ അച്ചാർ. നല്ല ടേസ്റ്റാണ്. എനിക്ക് പൊതുവെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ?